ഗിരീഷ് ഷെഡിയും കിരൺ ജോസിയും ചേർന്ന് എഴുതി ഗിരീഷ് ഷെഡി സംവിധാനം ചെയ്തു ബെത്ലഹേം കുടുംബ യൂണിറ്റ് കുറച്ച് നേരത്തെ കണ്ടിറങ്ങിയുള്ളൂ. സത്യത്തിൽ സിനിമ കണ്ട് പുറത്തിറങ്ങുമ്പോൾ മനസ്സിൽ നിൽക്കുന്നത് പ്രത്യേകിച്ച് ഒരു സീനോ ഒരു പർട്ടിക്കുലർ ആക്ടറിൻ്റെ പ്രകടനമോ അങ്ങനെയല്ല. എനിക്ക് ഭയങ്കര പരിചയമുള്ള ഒരു ഫാമിലിയുടെ ഒപ്പം കുറച്ച് നേരം അവരുടെ ഒപ്പം സ്പെൻഡ് ചെയ്ത പോലെ ആ ഒരു ഫീലിംഗ് ആണ് അത് സിനിമ കണ്ട് പുറത്തിറങ്ങിയപ്പോൾ തോന്നിയത്. ഈ സിനിമയിൽ ഓരോ ക്യാരക്ടറും നമുക്ക് ചുറ്റുമുള്ള ആളുകളുടെ പോലെ തോന്നും. സിനിമയ്ക്ക് വേണ്ടി കൃത്രിമമായിട്ട് സൃഷ്ടിച്ച ക്യാരക്ടേഴ്സിൻ്റെ പോലെ ഒരിക്കലും തോന്നുന്നുണ്ടായില്ല. നമ്മുടെ സ്വന്തം ഫാമിലിയിലെയോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ ഇടയിലോ അയൽപക്കത്തോ ഒക്കെ എപ്പോഴെങ്കിലും കണ്ടുമുട്ടിയിട്ടുള്ള ആരെങ്കിലുമൊക്കെ ആയിരിക്കും ഇവരെന്ന് നമുക്ക് തോന്നുന്ന രീതിയിലാണ് അതിൻ്റെ ആ ക്യാരക്ടേഴ്സിൽ ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. വളരെ സാധാരണക്കാരായ മനുഷ്യരും വളരെ സാധാരണ സാഹചര്യങ്ങളെയും എടുത്തിട്ട് അതിനോട് വല്ലാത്തൊരു സ്നേഹം തോന്നിപ്പിക്കാൻ ഗിരീഷ് ഷെഡിക്ക് ഒരു പ്രത്യേക കഴിവുണ്ടല്ലോ. അതിപ്പോൾ ബെത്ലഹേം കുടുംബ യൂണിറ്റിലും അത് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ എഴുത്തിലെ സൂക്ഷ്മതയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം. ചെറിയ ചെറിയ സംഭവങ്ങൾ, പ്രതികരണങ്ങൾ, സംഭാഷണങ്ങൾ, മുഖഭാവങ്ങൾ, അങ്ങനെ എല്ലാത്തിനോടും നീതി പുലർത്തിയിട്ടുണ്ട്. അതൊന്നും വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണെന്ന് തോന്നില്ല. വളരെ സ്വാഭാവികമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യണത്. അതായത് ആ സിറ്റുവേഷൻസൊക്കെ നമ്മൾ വിശ്വസിച്ചും പോകും. സിനിമ കാണുന്നതിൻ്റെ ഇടയ്ക്ക് ചില സന്ദർഭങ്ങളിൽ കണ്ണൊക്കെ അറിയാണ്ട് നനഞ്ഞു പോയി. സിനിമ ബോധപൂർവ്വം നമ്മളെ ഇമോഷണലാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ആ വികാരങ്ങൾ ചിലപ്പോൾ നമുക്ക് പരിചയമുള്ളത് കൊണ്ടായിരിക്കാം. അതുപോലെ പ്രണയവും ഓർമ്മകളെക്കുറിച്ചും അതിനെപ്പറ്റി ഒരു വരി നല്ല രസമുള്ളതുണ്ട്. അതായത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം പരസ്പരം ചിലവഴിച്ച ആ നിമിഷങ്ങളാണെന്ന് കാമുകന്മാർ പറയുമ്പോൾ പ്രേക്ഷകർക്ക് ആ അനുഭവം സത്യമാണെന്ന് തോന്നാൻ സാധ്യതയുണ്ട്. വളരെ റിലേറ്റബിൾ ആണത്. സിനിമ തന്നെ നമുക്ക് അത്തരത്തിലുള്ള കുറേ ഇൻസ്റ്റൻസസ് തരുന്നുണ്ട്. അതുപോലെ പ്രണയം ഉണ്ടായി പിരിഞ്ഞവർക്ക് അവർക്ക് മാത്രം അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ മനസ്സിലാവുന്ന ഒരു മൊണ്ടാഷ് ഉണ്ട് ഈ സിനിമയിൽ. അതായത് ഒരു ബസ് സ്റ്റോപ്പ്, ഒരു പള്ളിയുടെ സ്റ്റെപ്സ്, അല്ലെങ്കിൽ നമ്മൾ സ്നേഹിച്ച ഒരാൾ ഒപ്പം ഉണ്ടായിരുന്ന ഒരു വഴി, ആ ബന്ധം അവസാനിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് ആയതിനു ശേഷം വീണ്ടും അതേ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശൂന്യത ഉണ്ടല്ലോ. അത് വലിയ അവകാശവാദങ്ങളൊന്നും ഇല്ലാതെ സിനിമയിൽ വളരെ മനോഹരമായിട്ട് ഒരു മൊണ്ടാഷി കൂടെ കാണിക്കുന്നുണ്ട്. അവിടേക്കാണ് സിനിമ നമ്മളെ ഹുക്ക് ചെയ്യണമെന്ന് തോന്നുന്നു. ചിത്രത്തിലെ വലിയ പ്ലസ് പോയിന്റ് അതിലത്തെ ഹ്യൂമറാണ്. കഥാപാത്രങ്ങളിലും സാഹചര്യങ്ങളിലും ഉണ്ടാകുന്ന ചെറിയ ചെറിയ തമാശകളാണ്. അത് നല്ലതായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ചില സമയത്ത് ലൈക്ക് ബിന്ദു പണിക്കർ വരുന്ന ഭാഗത്തെ ഒരു ഹ്യൂമർ വ്യക്തിപരമായിട്ട് എനിക്ക് അതത്ര രസിച്ചില്ല. പക്ഷേ സിനിമ ത്രൂ ഔട്ട് തരുന്ന ഒരു ഒറിജിനൽ തമാശകളുടെ മുമ്പിൽ അതൊക്കെ വളരെ ചെറിയ കാര്യമാണ്. ഭൂരിഭാഗം സമയത്ത് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു തിയേറ്ററിലെ ആ ഒരു ആരവം, ഒരു അപ്ലോസസ്, ആളുകളുടെ ചിരിയൊക്കെ സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് തരുന്നൊരു ഹൈ ഉണ്ട്. അത് എനിക്ക് ഫീൽ ചെയ്തിരുന്നു ത്രൂ ഔട്ടായിട്ട്. അതുപോലെ നമുക്ക് കാസ്റ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിവിൻ പോളി ശരിക്കും ആളുകളെ കയ്യിലെടുത്തു. പ്രേമത്തിലെ ആ ചിരിയും നാണവും പലയിടത്തും അത് വീണ്ടും ഓർമ്മിപ്പിച്ചു. പക്ഷേ പ്രേമത്തിൻ്റെ ഒരു ആവർത്തനമായിട്ടല്ല, എന്നാലും അത് എടുത്തു പറയണമെന്ന് തോന്നുന്നു. ശരിക്കും നിവിൻ്റെ ആ ഒരു പ്രത്യേക നേച്ചറിനെ ഗിരീഷ് വളരെ മനോഹരമായിട്ട് ഈ കഥാപാത്രത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ സംഗീത് പ്രതാപ്, അദ്ദേഹത്തിൻ്റെ ഇടയ്ക്ക് ചില കഥാപാത്രങ്ങൾ വളരെ കൊട്ടിഘോഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്രയും ഇതുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിൽ ഗംഭീരമായിട്ടുണ്ട്. അതുപോലെ മമിത നന്നായിട്ടുണ്ട്. അവരുടെ ഒരു നെക്സ്റ്റ് ഡോർ ഗേൾ എന്നുള്ളൊരു ഫീൽ ത്രൂ ഔട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും രസം തോന്നിയത് സുരേഷ് കൃഷ്ണയുടെ. എനിക്ക് രാഹുൽ വിജയ് നായരുടെ സിനിമയിലാണ് പുള്ളി ചിരിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ ചെയ്ത് ഓർക്കുന്നത്. പക്ഷേ അദ്ദേഹം ഗംഭീരമായിട്ടുണ്ട് ഈ സിനിമയിൽ. സിറ്റുവേഷണൽ ഹ്യൂമർ അതിമനോഹരമുണ്ട്. പുള്ളി എനിക്ക് തോന്നുന്നു ഹ്യൂമർ നന്നായിട്ട് വഴങ്ങുന്നുണ്ട്. അദ്ദേഹത്തിനെ കൂടുതൽ ഉപയോഗിക്കേണ്ടതാണ്. പിന്നെ വിനയ് ഫോർട്ട്, കനകാമിനി കലഹത്തിലാണ് വിനയും നിവിനും ഒരുമിച്ചുള്ള കോമ്പിനേഷൻ ഒടുവിൽ കണ്ടിട്ടുള്ളത്, ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്ക് അതിനുശേഷം ഉണ്ടായിട്ടുണ്ടോ എനിക്കറിയില്ല. ഇവിടെ അത് നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ശ്രദ്ധയ്ക്ക് നല്ലൊരു വേഷമുണ്ട്. അത് വളരെ സന്തോഷമുണ്ട്. കാരണം ഇടക്കാലത്ത് ഒരു അത്രയും രസമായിരുന്നില്ല. അതുപോലെ നിവിൻ്റെ ക്യാരക്ടറിൻ്റെ കസിനായിട്ട് വരുന്ന മീനാക്ഷി രവീന്ദ്രൻ ഒക്കെ വളരെ ആപ്റ്റായിട്ട് തോന്നി ആ കാസ്റ്റിംഗ് ഒക്കെ. ജയശങ്കർ, മഞ്ജുശ്രീ നായർ, വെട്ടുക്കിളി പ്രകാശ്, തങ്കം മോഹൻ, അവരുടെ ഒരു കോമ്പിനേഷൻ. അവരൊക്കെ കൂടി ചേരുമ്പോൾ ഒരു പെർഫെക്റ്റ് ഫാമിലി ആയിട്ട് മാറുന്നുണ്ട് അവരൊക്കെ. അല്ലാതെ ഇതിനു വേണ്ടി ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയ പോലെ തോന്നണില്ല. ആ ലോകം നമ്മുടെ മുമ്പിൽ വളരെ ബിലീവബിൾ ആക്കാൻ ആ ഒരു കാസ്റ്റിങ്ങിന് പറ്റിയിട്ടുണ്ട്. ചെറിയ ചെറിയ ലോജിക്കൽ ഇഷ്യൂസ് നമുക്ക് ഇടയ്ക്കൊക്കെ, പക്ഷേ അത് ക്ലൈമാക്സിലും ഉണ്ട് അത്. പക്ഷേ ഗിരീഷ് അത് അവതരിപ്പിച്ച രീതി കാരണം നമ്മൾ ശരിക്കും വിശ്വസിച്ച് പോകും. അതുപോലെ ക്ലൈമാക്സിൽ എടുത്ത് പറയുകയാണെങ്കിൽ ഒരു പ്രത്യേക ഡയലോഗും അതിൻ്റെ ഡെലിവറിയൊക്കെ നിവിൻ പോളിക്ക് മാത്രമേ അത് പറ്റുള്ളൂ, അല്ലെങ്കിൽ എത്ര മനോഹരമായിട്ട് അദ്ദേഹത്തിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്കത് കണ്ടപ്പോൾ തോന്നി. ഈ ഗിരീഷ് ഷെഡി ചിത്രങ്ങളുടെ ഒരു പ്രത്യേകത, അത് ലൈക്ക് തണ്ണീർമത്തൻ ദിനങ്ങളായിക്കോട്ടെ, പ്രേമലയായിക്കോട്ടെ, അതിൽ ആ സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള ആ മനുഷ്യരെ നിരീക്ഷിക്കാനുള്ളൊരു കഴിവുണ്ടല്ലോ, അത്
വീണ്ടും ഈ ഒരു കുടുംബചിത്രത്തിൻ്റെ കാര്യം വരുമ്പോഴും വളരെ റിലേറ്റബിളും വളരെ ബിലീവബിളും ആയിട്ടാണ് ഇത് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. വിഷ്ണു വിജയുടെ സംഗീതം അത് എടുത്തു പറയണം. സിനിമയോടൊപ്പം നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് അത് കുറേ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ അജ്മൽ സാബുവിൻ്റെ എനിക്ക് തോന്നുന്നു വൈഡ് ഫ്രെയിംസും ഈവൻ ക്ലോസപ്സ്, എക്സ്ട്രീം ക്ലോസപ്സ് ഒക്കെ ഉണ്ട്. നല്ല രസമായിട്ട് നമ്മളെ വളരെയധികം ഇന്നാക്കുന്നുണ്ട്. ആ ക്യാമറ വളരെ സന്തോഷം തോന്നുന്നുണ്ട് അങ്ങനെ ഒരു കളർഫുള്ളായിട്ടുള്ളൊരു കാഴ്ച കാണുമ്പോൾ. ഈ പ്രേമിൽ പോലെ തന്നെ ചിലപ്പോൾ അതിനപ്പുറത്തേക്ക് ജീവിതം അതിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒഴുക്കിൽ പോകുന്ന അനുഭവം ഗിരീഷും ഭാവന സ്റ്റുഡിയോസും അത് വീണ്ടും അവർ തരുന്നുണ്ട്. ഇടക്കാലത്ത് സർവ്വമായി വന്നപ്പോഴും നമ്മളിത് പറഞ്ഞു. അപ്പോൾ നിവിൻ വീണ്ടും ആ പഴയ ഫോമിലെത്തി എന്നുള്ളതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പുള്ളിക്കാരൻ്റെ ഒരു പ്രണയവും ദൗർബല്യങ്ങളും ചാരുത്തെയും ഒക്കെ ഇത്രയും സ്വാഭാവികമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളൊരു അങ്ങനെ ഒരു കഥാപാത്രം കാണാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷം പ്രേക്ഷകർക്ക് എന്തായാലും കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു ഹൈ എന്ന് തോന്നുന്നു. ഗിരീഷിന് ശരിക്കും അഭിനന്ദനങ്ങളുണ്ട്. ഒരു മികച്ച സിനിമ ഉണ്ടാക്കാൻ അസാധാരണരായിട്ടുള്ള മനുഷ്യരൊന്നും ആവശ്യമില്ല എന്നുള്ളത് ഒരിക്കൽ കൂടി ഗിരീഷ് പ്രൂവ് ചെയ്യുന്നുണ്ട്. അതേപോലെ കിരൺ ജോഷിയുടെ വരാനിരിക്കുന്ന സിനിമകൾക്കായിട്ട് ഞാൻ ഇപ്പോഴേ കാത്തിരിക്കുകയാണ്. അനുരാഗ് എഞ്ചിനീയറിംഗ് വർക്ക്സ് തുടങ്ങി പ്രേമലുവിലെ കിരൺ വർക്ക് ചെയ്തിരുന്നു. കിരൺ പ്രേമലുവിൽ കോ-റൈറ്റർ ആയിരുന്നു. സിമിലർലി ബത്ലഹേമിലും അദ്ദേഹം കോ-റൈറ്റർ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രചനയിലുള്ള ആ ഒരു പുതുമ സംവിധായകനായിട്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമ നടന്നുകൊണ്ടിരിക്കുകയെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അത് ഒരുപാട് പ്രതീക്ഷ തരുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ ഫെസ്റ്റിവൽ സീസണിൽ കുടുംബ പ്രേക്ഷകരുടെ മനസ്സും ബോക്സ് ഓഫീസും ഒക്കെ കീഴടക്കാൻ ബത്ലഹേം കുടുംബ യൂണിറ്റിന് എല്ലാ ചേരുവകളും ഉണ്ട്. നിങ്ങളും നിങ്ങളുടെ കുടുംബത്തോടൊപ്പം തീർച്ചയായിട്ടും കാണാൻ പറ്റിയ സിനിമയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കാണുക. ഓണാശംസകൾ. താങ്ക് യു.